ഈ വീഡിയോയിലെ പരാമർശം പല ആൾക്കാർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. പക്ഷേ ഇത് മനസ്സിലാക്കണം. ഇന്ത്യയിൽ അധികം മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഈ കോവിഡ് സമയത്ത് ഇന്ത്യ മുഴുവനും പറഞ്ഞൊരു സംഭവമാണ്, ഇന്ത്യൻ പോപ്പുലേഷനാണ് ഇത്രമാത്രം കോവിഡ് പേഷ്യൻ്റ് ഉണ്ടാകാനും മരണകാരണം ഉണ്ടാകാനും അത് സ്പ്രെഡ് ചെയ്യാനും ഉണ്ടായ കാരണം. ഇത് ഇന്ത്യക്കാരും പറഞ്ഞു, ഗ്ലോബലിയും പറഞ്ഞു. നമ്മളിന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്, അതായത് നമ്മുടെ ഇന്ത്യ. എന്താണ് മക്കൻസ്കി പറയുന്ന ഇന്ത്യയെ പറ്റി, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ പറ്റി? ഇന്ത്യയുടെ മാൻ പവർ, അതായത് ചെറുപ്പക്കാർ, അവരെ കൊണ്ടായിരിക്കും വരാനുള്ള വർഷങ്ങളിൽ ഇന്ത്യ ഗ്ലോബൽ എക്കണോമിക് സൂപ്പർ പവർ ആകാനുള്ള സാധ്യത. അതായത് റിച്ച് ആകാൻ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം സാമ്പത്തികമായി റിച്ച് ആകണമെന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാർ മുഖാന്തരമാണ് അതുണ്ടാകാൻ സാധ്യത. കാരണം ഓരോ വർഷം ഗ്രോത്ത് റേറ്റ് ഇങ്ങനെ വന്ന് അന്ന് ഏകദേശം 2040-45 നമ്മൾ മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവർ ആകുമെന്നാണ് മക്കൻസ്കി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കൺസൾട്ടൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുക. അന്ന് ഇതൊക്കെ റിപ്പോർട്ടുകളെല്ലാം അവൈലബിൾ ആണ്, നെറ്റിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പക്ഷേ ഇപ്രാവശ്യം ഇറങ്ങിയ ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ ഗ്ലോബലി ഏറ്റവും റിനൗൺഡ് ആയിട്ടുള്ള മാഗസിൻ, ഏറ്റവും ക്രെഡിബിൾ മാഗസിനാണ് ദ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. അവർ ഇന്ത്യയിലെ ഈ ചലഞ്ച്, ഇന്ത്യ എക്കണോമിക് ഗ്രോത്ത് കൈവരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് നേരിടാൻ പോവുകയാണ്. അത് ഡാറ്റ ഉൾപ്പെടെയാണ് മുഴുവനും കാര്യങ്ങൾ വരുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് 2020 മുതൽ 2023 വരെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു. പുതിയ കുട്ടികൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നില്ല, അതായത് പുതിയ ജനറേഷൻ ഉണ്ടാകുന്നില്ല. ഇത് സിറ്റികളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലും ഉണ്ടായി. അതായത് ആൾക്കാർ ന്യൂക്ലിയർ ഫാമിലി, 2 കുട്ടികൾ 1 കുട്ടികൾ എന്ന രീതി നേരത്തെ സിറ്റികളിലുണ്ടായിരുന്നു. ഇത് ഗ്രാമങ്ങളിലും അത് കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് കൂടുമ്പോഴും എഡ്യൂക്കേഷൻ കൂടുമ്പോഴും ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാകും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ കുട്ടികൾ വേണ്ട. കാരണം ഉള്ള കുട്ടികളെ നേരെ ചൊവ്വേ പഠിപ്പിച്ച് അവരെ രക്ഷപ്പെടുത്താം. അതിൻ്റെ പേരിലാണ് പഴയ ഈ രീതിയിൽ നിന്നും കുട്ടികൾ ഈ പുതിയതായിട്ട് കുട്ടികൾ ഈ 3-4 കുട്ടികൾ വേണ്ട, 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. ഇത് നേരത്തെ ഇന്ത്യൻ അർബൻ സിറ്റികളിലുണ്ടായിരുന്നു. ഇതിപ്പം വ്യാപകമായിട്ട് ഇന്ത്യൻ ഗ്രാമങ്ങളിലുണ്ടാകുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ ഘടകം ഇന്ത്യയിലെ ഏജിങ്, അതായത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം ഷാർപ്പായിട്ട് അങ്ങ് കൂടി. അപ്പോൾ അതിൻ്റെ കണക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ തന്നെയാണ്. ഏകദേശം 15 കോടിയിലധികം, 150 മില്യൺ, ആ കണക്കാ പറയുന്നത്. 15 കോടിയിൽ മുകളിൽ 60 വയസ്സിന് മുകളിലുള്ളവരാണ് ഇപ്പോൾ ഇന്ത്യയിൽ. മനസ്സിലാവുക, 60 വയസ്സിന് മുകളിലുള്ളവരുണ്ടാകുമ്പോൾ, ഏജിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുമ്പോൾ, ഇപ്പോഴത്തെ കണക്കാണ് അത് ബേസിക്കലി അത് ഗവൺമെൻറ്റിന് വലിയ ലൈബിലിറ്റിയാണ്. കാരണം ഇവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, ഇവർക്ക് ഫർദറായിട്ട് പഴയ പോലെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് ഇവർക്ക് ഗവൺമെൻറ് പെൻഷൻ കൊടുക്കണം, ഇവരുടെ ഹെൽത്ത് നോക്കണം. ഇതിലൊരു ഹ്യൂജ് എമൗണ്ട് ഔട്ടങ്ങ് പോവുകയാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ബജറ്റിനെയും ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള എക്കണോമിക് ഗ്രോത്തിനെയും വല്ലാതെ കയറി ബാധിക്കുക. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാം ഉണ്ടായ സംഭവം. അത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ജപ്പാൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്, ഇറ്റലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്, ജർമ്മനി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്, യു കെയും ഫ്രാൻസും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് 2050 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഏജിങ് എന്ന് പറയുന്നത്, അതായത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം, അത് ഏകദേശം 35 കോടിയിലും മുകളിൽ, അതായത് ചിലപ്പോൾ അത് 50 കോടിയിലധികമായിട്ട് കയറി വരാം. അപ്പം ഈ 50 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഈ 140 കോടിയല്ല. അത് ആലോചിക്കണം. അത് നേരെ അങ്ങ് അത് മറിഞ്ഞിട്ട് അത് 100 കോടിയിൽ താഴെയായിട്ടങ്ങ് വരും. കാരണം പുതിയ കുട്ടികൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ പുതിയ കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഇന്ത്യയുടെ ജനസംഖ്യ 140 കോടിയിൽ നിന്ന് ഈ പറയുന്ന 100 കോടിയുടെ താഴോട്ട് വരുമ്പോൾ, ഈ 50 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതിയോളം, 50% എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലാകുമ്പോൾ, നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ രാജ്യം ഈ പറയുന്ന ഗ്രോത്ത് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ?
കാരണം അതുകൊണ്ട് ഈ എക്കണോമിസ്റ്റിലുള്ള ഈ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. സീരിയസ് ആയിട്ട് വാർത്ത ഇതിനെപ്പറ്റി അറിയേണ്ടവർ, കാരണം അവർ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത്. ബേസ് ഗ്രൗണ്ടിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ അനാലിസിസ് ആണ് എനിക്കത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പോപ്പുലേഷൻ കുറയുന്നത്? ഞാൻ പറഞ്ഞു, ലൈഫ് സ്റ്റൈല്, വെസ്റ്റേൺ കൾച്ചർ കോപ്പി ചെയ്യുന്നു, അതിൻ്റെ ഭാഗമാണ്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അർബൻ കൾച്ചറിൽ, അതായത് സിറ്റികളിൽ കൂടുതലും ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കുവാൻ താല്പര്യമില്ല. അവർക്ക് ലിവിങ് ടുഗദറാണ്. കൂടുതലും സ്ത്രീകൾക്ക്, ചെറുപ്പക്കാർക്ക് കുട്ടികൾ, കല്യാണം കഴിച്ചാൽ കുട്ടികൾ വളരെ ലേറ്റായിട്ട് മതി. ഇതിൻ്റെ പേരിൽ പിന്നീട് ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാതെ വരുന്നു. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഇൻഫെർട്ടിലിറ്റി. അതായത് ഈ എന്തായാലും പറയുന്നത്, ഈ കുട്ടികൾ ഉണ്ടാകാത്ത അസുഖം, ഉണ്ടാകുന്നില്ല അതിൻ്റെ അസുഖം, വന്ധ്യക്കരണം. അതെന്ന് പറയുന്നത് ഏകദേശം 40 ലക്ഷത്തിലാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ. ഒരു ഹ്യൂജ് കണക്കാണ്. കാരണം അത് മുഴുവൻ ഡേറ്റ വെച്ചാണ് ഇത് പറയുക. കാരണം ഈ IVF ക്ലിനിക്കിൽ പോകുന്നവരുടെ ഡേറ്റ എടുത്തിട്ടാണ് പറയുന്നത്. ഏകദേശം 40 ലക്ഷത്തോളം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് കുട്ടികളുണ്ടാകുന്നില്ല. പിന്നീട് കല്യാണം കഴിക്കാതിരിക്കാനുള്ള അവർക്ക് താല്പര്യമില്ല, ലിവിങ് ടുഗദർ. കാരണം വെസ്റ്റേൺ കൾച്ചർ കോപ്പി ചെയ്യുന്നു, ലേറ്റായിട്ട് കല്യാണം കഴിക്കുന്നു. പിന്നീട് ഇവർക്ക് കുട്ടികൾ വേണ്ട എന്നുള്ള ഒരു രീതിയിലോട്ട് വരുന്നു. അതുകൊണ്ട് എന്താ, അർബൻ ക്ലാസ്സുകളിൽ, അർബൻ ലൈഫിൽ, അതായത് സിറ്റികളുള്ള ലൈഫിൽ കുട്ടികളുടെ എണ്ണം, ചെറുപ്പക്കാരുടെ എണ്ണം കുറയുന്നു ഷാർപ്പായിട്ട്. ഇത് സീരിയസ് ഇഷ്യൂ. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, അർബനിലുള്ള കുട്ടികൾ തന്നെ അവർ വിദേശത്ത് പോയിട്ട് തിരിച്ചു വരുന്നില്ല. പഠിക്കാൻ പോകുന്നത് പിന്നെ അവർ തിരിച്ചു വരുന്നില്ല, ജോലി ചെയ്യാൻ പോകുന്നത് തിരിച്ചു വരുന്നില്ല. ഇത് നമ്മളിത് വളരെ സിമ്പിളായിട്ട് കാണരുത്. കാരണം ഒരു രാജ്യത്ത് നിലനിർത്തി മുന്നോട്ട് പോയി ഫോക്കസായിട്ട് മുന്നോട്ട് എക്കണോമിക് ഗ്രോത്തും പല ഗ്രോത്തുകളും അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറുപ്പക്കാരുടെ എണ്ണം വേണം, ന്യൂ ജനറേഷൻ വേണം. ഇപ്പോൾ കേരളത്തിൽ ആ മണ്ടത്തരം കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ നിന്ന് വലിയ രീതിയിൽ ആളുകൾ വിദേശത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെയാണ്. അതായത് നമ്മളിപ്പോൾ എക്കണോമി സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഏജായിട്ട് വരും. അത് ഗവൺമെൻറ്റിന് ഭയങ്കര ലൈബിലിറ്റി ആകും. കാരണം ബജറ്റിൻ്റെ വലിയൊരു ഭാഗം 60 വയസ്സിന് മുകളിലുള്ളവരെ അവരുടെ ഹെൽത്തും ഒക്കെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയും, കാരണം ഓൾഡ് ഏജ് പെൻഷനുണ്ട്, അതിനുവേണ്ടി ഹ്യൂജ് ബജറ്റ് മാറ്റിവെക്കുകയും വെൽഫെയറിന് വേണ്ടി, അതായത് രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മറ്റുള്ള വെൽഫെയറിന് വേണ്ടി പണമില്ലാതെ വരും. ഇതാണ് ജർമ്മനിയിലുണ്ടായത്, ഇത് UK-യിലുണ്ടായി, ഇത് ഫ്രാൻസിലുണ്ടായി. അതുകൊണ്ടാണ് ഫ്രാൻസിനെ ഈ പറയുന്ന പെൻഷൻ പ്രായം അവർ കൂട്ടിയത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ഇതിൻ്റെ ഭാഗം നിങ്ങൾക്കറിയാം. ഈ ചൈനയിൽ നേരത്തെ ഒരു കുട്ടിയായിരുന്നു, പിന്നെ 2 കുട്ടി. ഇപ്പോൾ പറഞ്ഞു ഇഷ്ടം പോലെ കുട്ടികളെ നിങ്ങൾക്ക് ജനിപ്പിക്കാം. അതിന് ഗവൺമെൻറ് പ്രത്യേക സ്കീം കൊടുക്കാൻ തുടങ്ങി. കാരണം അവിടെ ഏജിങ് കൂടുതലായി, അവിടെ ഈ ചെറുപ്പക്കാരെ കിട്ടാതായി. മറ്റൊരു സംഭവം ഗ്രാമങ്ങളിലുണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മോദി ഗവൺമെൻറ് ഗ്രാമപ്രദേശങ്ങളിലെ റോഡും ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറുപ്പക്കാർ മുഴുവൻ സിറ്റിയിലോട്ട് വരിക ജോലിക്ക് വേണ്ടി. അപ്പോൾ സിറ്റിയിലോട്ട് വന്നു കഴിയുമ്പം ഈ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യാൻ ചെറുപ്പക്കാരെ കിട്ടാതായി. ഞാൻ ഈ ഓരോന്ന് റെസിപ്രോക്കൽ ഓരോന്ന് നോക്കുക, ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് പോയേ മതിയാവത്തുള്ളൂ. കാരണം പുതിയ കുട്ടികളുണ്ടാകണം, അതായത് പുതിയ ജനറേഷൻ ഉണ്ടാകണം, ചെറുപ്പക്കാരുണ്ടാകണം. അവരാണ് രാജ്യത്തിൻ്റെ നെടും തൂണെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ ഷാർപ്പ് ഡിക്ലൈൻ. നിങ്ങൾ ആ ഗ്രാഫിക്കൊന്ന് നോക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് നമ്മളിത് ബാധിക്കാൻ പോകുന്നത്. അപ്പം ആ രീതി നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മുന്നോട്ട് പോകാതെ പുറകോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എല്ലാത്തിനും ഇത് ബാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൻ്റെ പുതിയ എക്കോണമി എന്ന് പറയുന്നത് മാൻ പവർ ബേസ്ഡ് ആണ്. അപ്പോൾ ടെക്നോളജിയും മാൻ പവറും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ബേസാണ്. ഈ ഏജായിട്ടുള്ളവർക്ക് പെൻഷനും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്ത് നോക്കിയിരുന്ന കൃത്യമായിട്ട് പിടികിട്ട് എന്താണ് ഉണ്ടായത്. കാരണം പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ടങ്ങ് ഷാർപ്പായിട്ടങ്ങ് ഡിക്ലയർ ചെയ്യും. അപ്പം അതിനകത്ത് പല ആൾക്കാർ സംശയം ചോദിച്ച സംഭവമുണ്ട്. മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ, അവർ ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്ന സംഭവങ്ങൾ ജെനുവിനായിട്ടുള്ള സംശയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പോപ്പുലേഷൻ കൺട്രോളിലുള്ള
ഒരാളുമായിട്ട് ഞാനൊരു 2-3 മണിക്കൂർ ഇതിനെപ്പറ്റി നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ദരിയാഗഞ്ചിലാണ്. അപ്പം അന്ന് അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം മുസ്ലിം ഫാമിലിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ 2 പേരൻറ്റും ഇവർ രണ്ടും എഡ്യൂക്കേറ്റഡ് അല്ല, ഒന്നാമത്തെ കാര്യം. അപ്പം ഇവരൊക്കെ 4-5, കാരണം ഇവർക്ക് മതപരമായിട്ട് കുട്ടികളെന്ന് പറയുന്നത് ഇഷ്ടംപോലെ ഉണ്ടാക്കാം. പക്ഷേ ഒരു 3-5 കുട്ടികളായി കഴിഞ്ഞ് ഇവർക്ക് എങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും? ഒന്നാമത് ഇവർ വാക്സിനും അത് ഇതൊന്നും കൊടുക്കുന്നുമില്ല. ഈ കുട്ടികൾക്ക് പ്രോപ്പർ ഫീഡിങ് കൊടുക്കുന്നില്ല. ഒരു കുട്ടി അപ്പോൾ അത് ഒരു വീടുകളിൽ ഒരു ഹസ്ബൻഡിനും വൈഫിനും ക്ലബ് അവർക്ക് ഒരു 5-6 കുട്ടികളുണ്ടാ എന്ന് വിചാരിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ആയി പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ കണക്കായി പറയുന്നത്. അപ്പോൾ അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കണക്കാണ്. അപ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്നവർ ഒരു 4 വർഷം കൊണ്ട് 5-6 കുട്ടികളെ പ്രസവിക്കുന്നു എന്ന് വിചാരിക്കും. ഈ ഭാര്യയുടെ ഹെൽത്ത് ശേഷം ഈ ഭാര്യ എന്ന് പറയുന്നയാൾ പിന്നെ 6-ാമത്തെ 7-ാമത്തെ വർഷം ജീവനോടെ കാണില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. കാരണം ഇതേപോലെ അങ്ങ് ഡെലിവറി നടക്കുകയാണ്. അതേപോലെ ഇനി കുട്ടികൾക്ക് പോഷകാഹാരം കിട്ടുന്നില്ല. കാരണം ഇവർ വളരെ ലോവർ ഇൻകമാണ്, കാരണം എഡ്യൂക്കേറ്റഡ് അല്ല. ഈ പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെ ജോലി ചെയ്യാം? സ്ത്രീക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇയാൾക്ക് ഈ പറയുന്ന പോലെ പ്രോപ്പർ ജോലിയൊന്നുമില്ല. അത് ഒരു ഡെയിലി കൂലിപ്പണി അത് ഇതൊക്കെയാണ്. ഇവർക്കും ഇയാൾക്ക് ഈ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനുള്ള ഈ പറയുന്ന സാമ്പത്തികമൊന്നുമില്ല, പോഷകാഹാരമില്ല. അതേപോലെ വാക്സിനേഷൻ എടുക്കുന്ന മറ്റു പലതും വന്നു കഴിയുമ്പോൾ ഈ 6 കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 1-2 കുട്ടികളെ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു 10 വർഷം കഴിയുമ്പോൾ. നിങ്ങളതിൻ്റെ കണക്ക് ഞാൻ എന്നെ മുഴുവൻ എടുത്ത് ഡാറ്റ അയച്ച് കാണിച്ചു തന്ന. അത് കഴിഞ്ഞുണ്ടാകുന്ന സംഭവം ഈ 2 കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. ഈ 2 കുട്ടികളും 10-25 വയസ്സ് കഴിയുമ്പോൾ അതിൽ ഒരു കുട്ടി അങ്ങ് മരിക്കുക. പിന്നെ മറ്റേ കുട്ടി ബെഡ് റിഡൻ കണ്ടീഷനാവും. ഇതാണ് ഈ മുസ്ലിം ഫാമിലികളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാമത് എഡ്യൂക്കേഷൻ ഇല്ലായ്മ, മതപരമായ ജീവിതത്തിൽ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നു. ഈ അമ്മയ്ക്ക് ഈ പോഷകാഹാരം പരിരക്ഷ കൊടുക്കുന്നില്ല. ഇത് ഭയങ്കര ഇത് തന്നെയാണ് ഈ ഗാസയുമായിട്ടും പാലസ്തീനുമായിട്ടും ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായേക്കുന്നത്. കാരണം ഇവർ ഈ പറയുന്ന മതപരമായിട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് പോപ്പുലേഷൻ അവരുടെയാണ് ഷാർപ്പായിട്ടങ്ങ് ഡിക്ലൈൻ ചെയ്ത് പോകുന്നത്. കുറച്ച് സമയത്ത് കുറച്ച് അതും ഇതുമൊക്കെ കാണിക്കും. പിന്നെ ഇതിനെല്ലാം ഈ പോഷകാഹാരം കൊടുക്കാനും വാക്സിൻ കൊടുക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും ഇതിനെല്ലാം പണം ആവശ്യമുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാകുക. 2 കുട്ടികൾ 1 കുട്ടി മതി. അവരെ പ്രോപ്പറായിട്ട് ആഹാരം കൊടുത്ത് പഠിപ്പിച്ചെടുക്കുക അടുത്ത തലമുറയ്ക്കായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് കൂടുതൽ സക്സസ് ആയത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നോക്കണം. അപ്പോൾ അതിനകത്ത് ഇന്ത്യക്ക് ഉണ്ടായ വലിയ ഷാർപ്പ് ഡിക്ലൈൻ. കാരണം കല്യാണം കഴിക്കുന്നവരുടെ എണ്ണം കുറയുന്നു, കുട്ടികൾ വന്ധ്യക്കരണം അതിൻ്റെ എണ്ണം കൂടുന്നു. അതിന് പല റീസൺസ് ഉണ്ട്. ഇന്ത്യയുടെ വെതറുണ്ട്, പിന്നെ എൻവയറമെൻ്റൽ ഇഷ്യൂ ഉണ്ട്, കാരണം പൊല്യൂഷൻ ഒരു മാറ്ററാണ്, ഹെൽത്ത് ഒരു മാറ്ററാണ്. ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ ഈ പറയുന്ന സംഭവം, അതായത് ഈ 2050 ഇപ്പോൾ ഇത് കണക്ക് കൂട്ടുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 100 കോടിക്കും 90 കോടിക്കും താഴെയാകും. ആ ഒരു സന്ദർഭം വരുമ്പോൾ 2050 ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 35 കോടി, 35 മുതൽ 40 കോടി, അതായത് പകുതി, അത് 60% മുകളിലാവുകയാണെങ്കിൽ ഏജിങ്, സോ വി ആർ അണ്ടർ പൊട്ടൻഷ്യൽ ത്രെട്ടിലാണ്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ പഠനമൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന കുട്ടികളില്ല, കുട്ടികൾ വേണ്ട, അവർക്ക് വിദേശത്ത് പോകണം. ഇതൊക്കെ വളരെ സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ വരാനുള്ള സമയത്ത് കേന്ദ്ര സർക്കാരും മറ്റുള്ള സർക്കാരും ഇതിനെപ്പറ്റി പൊട്ടൻഷ്യലായിട്ട് ചിന്തിച്ച് നല്ല തീരുമാനം എടുക്കുമെന്ന് വിശ്വസിക്കുക.